പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റുമാനൂരിലെ അഡ്വക്കേറ്റ് ജിസ്മോളും 2 പിഞ്ചു കുഞ്ഞുങ്ങളും പുഴയിലേക്ക് എടുത്തു ചാടി സ്വയം ജീവൻ വെടിഞ്ഞ വാർത്ത വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജിസ്മോളുടെ കുടുംബം വലിയ ആരോപണങ്ങളാണ് ഈ ജിസ്മോളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. ജിസ്മോളുടെ ഫാദറും അതോടൊപ്പം തന്നെ സഹോദരനുമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ 3 പേരുടെയും ശവസംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ജിസ്മോളുടെ വിവാദ വീഡിയോ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വിവാദ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിനകത്തില് ആളുകളുടെയൊക്കെ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ജിസ്മോളെ വളരെ മാനസികമായിട്ട് ഈ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് അമ്മായിയമ്മയും പിന്നെ മൂത്ത സഹോദരിയും അതോടൊപ്പം തന്നെ ഭർത്താവും ഒക്കെ പീഡിപ്പിച്ചു എന്നുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ പല വാർത്താ ചാനലുകൾ വഴി കണ്ടു. അപ്പോൾ ഈ വിവാഹ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ ചോദ്യങ്ങൾ പലതാണ്. അതായത് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ജിസ്മോളുടെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതായത് ഈ ഭർതൃ വീട്ടുകാര് ഈ പെൺകുട്ടിക്ക് സൗന്ദര്യം പോരാ, അതായത് കളർ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് വളരെയധികം പീഡനങ്ങൾ ഈ പെൺകുട്ടിയുടെ മേളില് ചെയ്തു എന്ന് ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ വിവാഹ വീഡിയോയ്ക്ക് വലിയ പ്രാധാന്യത ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വിവാഹ വീഡിയോ പല യൂട്യൂബ് ചാനലുകളിലും കണ്ടിട്ടും അതിന്റെ കമന്റ് ബോക്സുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വളരെ മോശം കമന്റുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം. ആ പെൺകുട്ടിക്ക് എന്താണ് കളറിൽ കുഴപ്പമുള്ളത്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ എന്താണ് കുഴപ്പമുള്ളത്, അല്ലെങ്കിൽ ഈ ഭർത്താവിന് എത്രത്തോളം സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എത്രത്തോളം സൗന്ദര്യമുണ്ട്, അവർ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുവാനുള്ള കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന നിലപാടില് എന്തെങ്കിലും കഴമ്പുണ്ടോ, അതൊക്കെ നമുക്ക് ഈ ഒരു വിവാഹ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി സാധിക്കും. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കേരളക്കര ചർച്ച ചെയ്തതാണ്. അതായത് ഭർത്താവിന്റെ വീട്ടിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവസാനം മരണത്തിന് കീഴടങ്ങി ആ ഷൈനി കുഞ്ഞുങ്ങളും. അപ്പോൾ ഇവരുടെ ബോഡി ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ ഇടവകയിൽ അടക്കിയത് വലിയ വിവാദമായിരുന്നു. ഇവർ രണ്ടുപേരും, അതായത് ഈ ജിസ്മോളും ഷൈനിയും ഒക്കെ ഈ കാനായ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു നിയമ വലി അനുസരിച്ച് യഥാർത്ഥത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഇവരുടെ ബോഡികൾ അടക്കേണ്ടത്. എന്നാൽ ഇവിടെ ഷൈനിക്ക് സംഭവിച്ച അതേ കാര്യം ഇവിടെ സംഭവിച്ചില്ല. അത് വലിയ കാര്യമായി പോയി. അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ശവസംസ്കാരം നടത്തിയത് അവരുടെ തന്നെ ഇടവകയിലാണ്. എന്തായാലും ഈ ജിസ്മോള് ഇങ്ങനെ സ്വയം ജീവൻ വെടിയാനുള്ള കാരണം ഈ ഭർത്താവിന്റെ വീട്ടിലെ കൊടിയ പീഡനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല. എൻ്റെ സുഹൃത്തായിട്ടുള്ള സിജോ, ഹാർട്ട് ഫാർമറിലെ സിജോ, അവിടുത്തെ ഈ ജിസ്മോളെ അറിയാവുന്ന, അല്ലെ ജിസ്മോളുമായിട്ട് അടുത്ത പരിചയമുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പഞ്ചായത്ത് മെമ്പർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ഈ വീട്ടില് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചതിന്റെ ചില പാടുകളൊക്കെ ഈ പെൺകുട്ടിയുടെ ശരീരത്ത് ഉണ്ട് എന്നാണ് ആ പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. പ്രഥമ ദൃഷ്ടിയാലെ മാഡത്തിന് എന്താ അതിൽ നിന്ന് മനസ്സിലായത്? ഈ ശാരീരികമായ ഒരു പൊള്ളലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ശരീരത്തിൽ ബാക്ക് വശത്തെ നടുവിന് ഭാഗത്തായിട്ട് വലിയ 2 മുറിവുകളുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ചുളുങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. എൻ്റെ ഒരു ഇതിൽ നോക്കുവാണെങ്കിൽ പൊള്ളലേറ്റിട്ട് ആ വെള്ളം പൊട്ടിപ്പോയിട്ട് ചുരുങ്ങി കിടക്കുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ കാലിൻ്റെ തുടയിൽ നേരത്തെ എപ്പോഴും ഉണങ്ങിയ പാടുകളുണ്ട്. തുടയിൽ വലിയ രീതിയിലുള്ള വലിയ പാടുമുണ്ട്. ഒരു കൈപ്പത്തിയുടെ വീതിയൊക്കെ പറയാമോ? അത്രയുണ്ട്. 2 തുടയിലുണ്ട്. ഒരു തുടയിലുണ്ട്. ഇടത്ത് വശത്താണോ വലതു വശത്താണോ ഓർക്കുന്നുണ്ടോ? വലതു തുടയിൽ. വലതു തുടയിലല്ലേ? ഈ പുറത്ത് 2 പാടുകളുണ്ടെന്ന് പറഞ്ഞു. ഈ പാടുകൾക്ക് ഏകദേശം എത്ര വലിപ്പമുണ്ട്? നല്ല വലിപ്പമുള്ള ഒരെണ്ണം നല്ല വലിപ്പമുള്ള ഒരു കൈപ്പത്തിയുടെ, ഒരു ആണുങ്ങളുടെ കൈപ്പത്തിയുടെ വീതി ഉണ്ടോ? അത്രയും അടുത്ത് വരും. പൊള്ളലെന്ന് പറയുമ്പോൾ ഒരു ചട്ടകത്തെക്കാളും അതുപോലെ ഇങ്ങനെ വെളുത്ത കളർ, തൊലി മുഴുവൻ പൊളിഞ്ഞു പോയി വെളുത്ത കളറായി നിൽക്കുകയാണ്. 2 സൈഡിൽ ഒരുപോലെയാണോ? 2 സൈഡിൽ. ഒരു സൈഡ് ചെറിയ രീതിയിൽ. ആരെങ്കിലും അതായത് ചട്ടകം വെച്ച് എന്തെങ്കിലും അങ്ങനെ ഒരു പൊള്ളിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും നല്ല പൊള്ളി രീതിയിൽ. അധിക നാളായില്ലല്ലേ പൊള്ളലിന്? ഈ ഒരാഴ്ചക്ക് അത്ര ആയിട്ടില്ല. അതായത് പൊട്ടി ചലം പോകാന്ന് പറയുമ്പോൾ അധിക ദിവസം ആയിട്ടില്ല. അപ്പം വളരെയധികം കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു, വളരെ വേദനകൾ അനുഭവിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? കഴിഞ്ഞിട്ട് ഈ ജിസ്മോളുടെ ഇങ്ങനെ ഒരു അവസ്ഥകൾ, ഇങ്ങനെ ഈ പൊള്ളലും കാര്യങ്ങളൊക്കെ ഈ വീട്ടുകാർ കണ്ടോ? ഇവരെ ബന്ധപ്പെടി വന്ന ആൾക്കാർ കണ്ടോ? അവർ പറഞ്ഞറിഞ്ഞതേ ഉള്ളൂ. അവരെ കാണിക്കുന്നില്ലല്ലോ. മാഡത്തെ മാത്രമേ കാണിച്ചോളൂ. അല്ല, അങ്ങനെയല്ല. ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരാളെ കൂടെ നിർത്തുള്ളൂ. ഈ പോലീസുകാർ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളാണെന്ന് അറിയാനുള്ള രീതിയിൽ ഒരാളെ നിർത്തുള്ളൂ കൂടെ. അതെ അല്ലേ?
അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എങ്ങനെയുള്ള പാടുകളും ഈ പൊള്ളലും കാര്യങ്ങളൊക്കെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പം ഞാൻ അവരോട് തന്നെ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ ഇത് ചിലപ്പം വെള്ളത്തിൽ കല്ലിൽ ഉരഞ്ഞതായിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കല്ലിൽ ഉരഞ്ഞതാണെങ്കിൽ ആ രീതിയിലല്ല കാണേണ്ടത്. കല്ലിൽ ഉരഞ്ഞതാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു പൊള്ളലിൻ്റെ ഒരു കാരണം കല്ലിലറിയാൻ തൊമ്മൻകുത്ത് പോലെയുള്ള വലിയ ആനക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കൊന്നുമല്ല പോയത്. അവിടെ ഏരിയ ഒക്കെ പോയി കണ്ടിരുന്നു. അവിടെ കല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ വലിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ കല്ലിലറിയാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ചുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പെൺകുട്ടി അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഓഫീസുണ്ട്, മറ്റുള്ള കേസുകളൊക്കെ എടുത്ത് അത് ഹൈക്കോടതിയിൽ വാദിക്കുന്നുണ്ട്. അത്ര മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പീഡനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ രീതിയിൽ അറിയാം. എന്നിട്ടും ഈ പെൺകുട്ടി ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൂട്ടി ഇത്തരത്തിലുള്ള കടുങ്കൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഈ ജിസ്മോളുടെ കുടുംബം സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും അവരുടെ വീട്ടിലുണ്ട്. എന്നിട്ടും ഈ പെൺകുട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അത്രയ്ക്ക് കൊടിയ പീഡനങ്ങളാണ് ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും അമ്മായിമ്മയുടെ ഭാഗത്തു നിന്നും മൂത്ത പെങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് എന്നാണ് ഈ ജിസ്മോളുടെ കുടുംബം ഇങ്ങനെ ആരോപിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഡ്വക്കേറ്റ് ആണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്താൽ മുന്നോട്ട് പോകാൻ സാധിക്കും, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി മുൻപേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇരുന്നതാണ്, സാമൂഹിക പ്രവർത്തകയായിരുന്നു. അപ്പോൾ മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെട്ട് നല്ല പരിചയമുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള പെൺകുട്ടിയാണ്. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തില് രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്ന ഈ പെൺകുട്ടിക്ക് ഈ ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ടും ആ പെൺകുട്ടി ഈ കുടുംബ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെ കൂട്ടി ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണം സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത്. ആ ദുരൂഹതകളൊക്കെ മാറേണ്ട കാര്യമുണ്ട്, അത് മാറ്റപ്പെടേണ്ട കാര്യമുണ്ട്. ഇനി മുന്നോട്ട് ഒരു പെൺകുട്ടിക്കും ഇത്തരമുള്ള അനുഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സാധാരണയായിട്ടൊക്കെ മനസ്സിലാക്കുന്നത് സാമ്പത്തിക ഭദ്രത ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെയധികമുള്ള ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക, മറ്റുള്ളവരെല്ലാം തെള്ളിക്കളഞ്ഞ് ഒറ്റപ്പെട്ടു പോവുക, ആ ഒരു സാഹചര്യത്തിലേക്കാണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് തിരിയുന്നത്. ജിസ്മോളെ സംബന്ധിച്ച് ജിസ്മോളുടെ വീട്ടുകാർ, അതായത് അപ്പനും അതുപോലെ തന്നെ ആങ്ങളമാരും പെങ്ങളും ഒക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള സപ്പോർട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി ആ ഒരു കാര്യത്തിൽ നിന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം സംബന്ധിച്ച് പോലീസ് ഇടപെട്ട് എല്ലാ ദുരൂഹതകളും മാറ്റും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നാളെ കാലത്ത് ഇത്തരം ഒരു അനുഭവം ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.